2017 ഒക്ടോബർ 8 ശരാശരി ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാനിടയില്ലാത്ത ദിവസം. അത് ഈജിപ്ത് വേഴ്സസ് കോങ്കോ മത്സരം. ജയിച്ചു കഴിഞ്ഞാൽ 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈജിപ്തിന് റഷ്യയിലേക്ക് പറക്കാം. അങ്ങനെ മത്സരം കിക്ക് ഓഫിലേക്ക്. ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 64-ാം മിനിറ്റിൽ ഈജിപ്ഷ്യൻ രാജകുമാരൻ സല ഗോൾ നേടുന്നു. അന്നത്തെ ഈജിപ്തിന്റെ ഡഗൌട്ട് ഇളകി മറിയുന്നു. എന്നാൽ ആ ആഘോഷത്തിനും ആരവങ്ങൾക്കും കൂടുതൽ ആയുസ്സുണ്ടായിരുന്നില്ല. അർണോൾഡ് മോക്കോ കോങ്കോയെ ഒപ്പമെത്തിക്കുന്നു. അത് 85-ാം മിനിറ്റിൽ കോങ്കോ തിരിച്ചടിക്കുന്നു. ഇത് ഈജിപ്ഷ്യൻ ആരാധകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്തിനു കൂടുതൽ പറയുന്നു, ഇത് കണ്ട് സ്ഥല പോലും മൈതാനത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ പോലെ തകർന്നു വീഴുന്നു. പക്ഷേ അന്ന് അവനക്കറിയില്ലായിരുന്നു ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയായി മാറുമെന്ന്. എന്നാൽ മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈജിപ്തിന് ആ ഭാഗ്യം വന്നു. അത് ഈജിപ്തിന് അനുകൂലമായ പെനൽറ്റി. കിക്കെടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, അതെ അവൻ തന്നെ. കളിയുടെ 94-ാം മിനിറ്റിൽ ഒരു ജനതയുടെ പ്രതീക്ഷയെ തോളിലേറ്റിക്കൊണ്ട് ഒരു 5 അടി 9 ഇഞ്ച് ഉയരക്കാരൻ പെനാൾട്ടി ബോക്സിലെ ഏകാന്തതയെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നിശബ്ദതയെ വകഞ്ഞു മാറ്റിയൊരു വിസിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന പക്ഷം അയാൾ പന്തിനെ പ്രഹരിക്കുകയാണ്. ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കുകയെന്ന ദയ പോലും നിഷേധിച്ച് വലയിൽ പന്ത് തുളഞ്ഞു കയറുന്ന നിമിഷം നിശബ്ദത പൊട്ടിത്തെറിയിലേക്ക് മാറ്റാൻ കൈമാറുകയാണ്. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച് ഫറോവന്മാർ ലോകകപ്പിന് ടിക്കറ്റ് എടുക്കുകയാണ്. അതെ, ഈജിപ്ഷ്യൻ ആരാധകരുടെ സ്വപ്നങ്ങളെ ചിറകിലേറ്റിക്കൊണ്ട് സല ഒരു സമ്മർദ്ദവും കൂടാതെ അത് ഗോളാക്കി മാറ്റുന്നു. തൊട്ടു മുമ്പത്തെ നിമിഷം അയാൾക്ക് ലക്ഷ്യം പിഴച്ചുപോയിരുന്നെങ്കിലോ എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അതെ, അയാൾക്ക് പിഴക്കില്ല. കാരണം അയാൾ ലിവർപൂളിന്റെയും ഈജിപ്തിന്റെയും കാത്തിരിപ്പുകൾക്ക് കർട്ടനിടാൻ വന്നവനാണ്. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് പെനാൾട്ടി കിക്കിലൂടെയാണ് അയാൾ ലിവർപൂളിനെ യൂറോപ്യൻ ചാമ്പ്യന്മാരാക്കുന്നതും. അതെ, അയാൾ അങ്ങനെയാണ്. എപ്പോഴും അനായാസമായി അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കും. എന്നിട്ടൊരു കുഞ്ഞിന്റെ മനോഹാരിതയിൽ പുഞ്ചിരിച്ച് തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി തന്റെ നാഥനോട് നന്ദി പറയും. പരിക്കയാളെ കളിക്കളത്തിന് പുറത്താക്കിയപ്പോൾ അയാൾ ആൻഫീൽഡിൽ എത്തുമായിരുന്നു. തന്റെ സഹതാരങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അയാൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴും അയാളുടെ ടീഷർട്ടിൽ ഇങ്ങനെ എഴുതുമായിരുന്നു, അതെ, നെവർ ഗിവ് അപ്പ്. സത്യം പറഞ്ഞാൽ മുഹമ്മദ് സലയുടെ ജീവിതം മുഴുവനായി ആ വാക്കുകളിൽ പറഞ്ഞു പോകാം. വിട്ടുകൊടുക്കാതെ പോരാടി തന്നെയാണ് അയാൾ മെസ്സിക്കും റൊണാൾഡോക്കുമൊപ്പം തന്റെ പേര് പരാമർശിക്കാൻ തക്കവണ്ണം വളർന്നത്. ഒരിക്കൽ മെസ്സിക്കൊപ്പം പണ്ഡിറ്റ് ഡിബേറ്റിൽ സലയുടെ പേര് പറഞ്ഞത് കേൾക്കുന്ന ആർസ്റ്റൻ വെങ്ങർക്ക് തീരെ പിടിക്കുന്നില്ല. മെസ്സി ഗോളടിക്കുന്നത് മാത്രമല്ല ഗോൾ അടിപ്പിക്കുന്നുമുണ്ടെന്ന് പറയുന്നിടത്ത് വെങ്ങർ സലയെ തള്ളിപ്പറയുന്ന ചർച്ചയ്ക്ക് ശേഷം ക്ലബ്ബ് ലോകകപ്പിൽ ഗോൾഡൻ ബോൾ വാങ്ങി സല സ്റ്റേഡിയത്തിൽ നിന്ന് സ്വതസിദ്ധമായ ചിരിയിൽ വെങ്ങറെ വീഴ്ത്തുന്നുണ്ട്. പേര് കേട്ട ലിവർപൂൾ മുൻനിരയിൽ സാദിയോക്കും ബോബിക്കുമുള്ള എഫക്ട് മുഹമ്മദ് സലാഹിന് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്കിത്രയേ ചോദിക്കാനുള്ളൂ. അയാൾ ഗോളടിച്ചു കൂട്ടുന്നുണ്ടോ? എല്ലാ സീസണിലും 25 ഗോളുകൾക്ക് അപ്പുറം അയാൾ നേടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെന്താണ് വേണ്ടത്? ഗോളുകളേക്കാൾ മികച്ചത് എന്ത് ഇമ്പാക്റ്റാണ് ഫുട്ബോളിൽ ഉള്ളത്?
1992 ജൂൺ 15 ഈജിപ്തിലെ നാഗ്രിക് എന്ന പട്ടണത്തിലാണ് സലാ ജനിക്കുന്നത്. വളരെ ചെറുപ്പം മുതലേ തന്നെ അറേബ്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ കളി കണ്ട് അവരെ ഇഷ്ടതാരമാക്കി സലാഹിന് ഫുട്ബോളിനോടുള്ള താല്പര്യം കൂടി വന്നു. അങ്ങനെ ചെറുപ്പം മുതലേ അവൻ പന്ത് തട്ടുന്നു. തമാശയിലൂടെ പന്ത് കളി തുടങ്ങിയ സലാ പിന്നീട് ഫുട്ബോൾ എന്നത് അവന്റെ ജീവിതം തന്നെയായി മാറി. അങ്ങനെ അവൻ കൈറോയിലെ ഒരു സോക്കർ ക്ലബിൽ ചേർന്നു. അതവന്റെ ജന്മനാട്ടിൽ നിന്ന് ഒരുപാട് വിദൂരമായിരുന്നു. അതുകൊണ്ട് അതവനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവൻ അൽ മൊക്ലാവുൻ എന്ന ക്ലബിലൂടെ അവന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നു. അവിടുന്ന് 2012 ബേസിൽ എന്ന ക്ലബിലേക്ക്, അവിടുന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക്. അന്ന് ചെൽസി അവനെ സ്വന്തമാക്കുന്നു. എന്നാൽ ചെൽസി അവനെ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് അവനിക്ക് വേണ്ടതുപോലെ തിളങ്ങാൻ സാധിച്ചില്ല. ചെൽസി അവനെ ഫിയോറന്റീനയിലേക്കും റോമയിലേക്കും ലോണിലയക്കുന്നു. എന്നാൽ റോമയിലാകട്ടെ സല മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ചു. റോമയ്ക്ക് വേണ്ടി 31 മത്സരം കളിച്ച സല 15 ഗോളുകളും നേടിയിട്ടുണ്ട്. ആ മിന്നും പ്രകടനം കണ്ട് 2017 ലിവർപൂളിന്റെ പരിശീലകനായ യൂർഗൻ ക്ലോപ്പ് അന്ന് സലയെ ലിവർപൂളിൽ എത്തിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആൻഫീൽഡിൽ സലയുടെ വിളയാട്ടമായിരുന്നു. അന്നു മുതൽ ഇതുവരെ 126 മത്സരങ്ങളിൽ നിന്ന് സല 86 ഗോളുകൾ നേടിയിട്ടുണ്ട്. പുറമെ 2018 പുസ്കാസ് അവാർഡ്, അതേ വർഷത്തിൽ തന്നെ ഫിഫയുടെ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ്, പ്രീമിയർ ലീഗ് ടോപ്പ് സ്കോറർ എന്നിങ്ങനെ നിരവധി അവാർഡുകൾ അവനെ തേടിയെത്തിയിട്ടുണ്ട്. അതെ, ഒരൊറ്റ പേര് മാത്രം, മുഹമ്മദ് സലാഹ്.